ഒരു 3 ലക്ഷത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും മത്സരിച്ചതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എക്സ്പെൻസ് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് ആയിട്ട് നമുക്കുള്ളതായിരിക്കും. നമ്മുടെ പെർഫോമൻസിന് ആ ഒരു സ്റ്റേജ്, ഒരു ഫിനാലെ പെർഫോമൻസ്, ആ ഒരു സ്റ്റേജിൽ നമ്മൾ പെർഫോം ചെയ്തതിന് നമുക്ക് കിട്ടി എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളോടൊക്കെ ഒരുപാട് അടുത്ത് നിന്ന ആൾക്കാരാണ് ഇവർ. സ്റ്റേജിൽ ഇത്രയും പേരുടെ മുന്നിൽ വെച്ചിട്ട് ആ 2 കണ്ടസ്റ്റൻസും പ്രൈസ് മേടിക്കാതെ പോയത് ഒരു അവർ പേഴ്സണലി കുറേ ആർട്ടിസ്റ്റ് ഉള്ളതല്ലേ, അപ്പോൾ അവർക്കെല്ലാം ഒരു എന്താ പറയുന്നത്, ഒരു ഇൻസൾട്ട്, അങ്ങനെ ഇൻസൾട്ടല്ല, ഒരു ഡിസ്റെസ്പെക്റ്റ് പോലെ തോന്നുന്നു. അപ്പം ഞാനും എഗ്രി ചെയ്യുന്നില്ല പ്രൈസ് മേടിക്കാതെ പോയതിൻ്റെ. ഷോയിൽ നിന്ന് ലഭിച്ച ഫ്രണ്ട്ഷിപ്സ്, അപ്പം എന്നോട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവർ എന്നെ സ്നേഹിക്കുന്നവരാണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ചിരിക്കുന്ന മുഖങ്ങളെല്ലാം സത്യമല്ലെന്ന് എനിക്ക് മനസ്സിലായി. നമുക്ക് കിട്ടിയതിൽ ഓക്കെ, ഇനിയിപ്പോൾ അവർക്ക് കിട്ടാനുള്ളതായിരുന്നോ, അതാണോ തട്ടിപ്പറിച്ചത്, അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് വരാൻ ഒട്ടും നമ്മളങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. നമ്മുടെ കയ്യിൽ നിന്ന് എത്ര ചിലവാകുന്നതിനുപരി എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാവരും എങ്ങനെ നന്നായിട്ട് നമുക്ക് ഒരു പ്ലാറ്റ്ഫോം എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിലാണ് എനിക്ക് അതിനകത്തൊരു പ്രാധാന്യം കൽപ്പിക്കുന്നത്. അപ്പം ഒരു സ്ത്രീ എന്ന നിലയിൽ ഉള്ളിലൊതുക്കി നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നാളത്തേക്ക് മാറ്റി വെക്കാനുള്ളതല്ല. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമുക്ക് മാത്രമേ പറ്റുള്ളൂ. മേലേ മേലേ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം. ആദിനാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. ഈ അടുത്ത് ഏറെ വിവാദമായ ഒരു റിയാലിറ്റി ഷോയുടെ ഗ്രാൻഡ് ഫിനാലെ ആയിരുന്നു സൂപ്പർ അമ്മയും മകളും. അതിലെ ഗ്രാൻഡ് ഫിനാലെ വിന്നറായ വിദ്യയും വേദികയുമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അവരുടെ മനസ്സ് തുറക്കുന്നതിലേക്ക് നമുക്ക് കടക്കാം. നമസ്കാരം. ആദ്യമേ തന്നെ ചോദിക്കട്ടെ, വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റാണ് ഈ റിയാലിറ്റി ഷോയിൽ വിന്നറായി തീരുക, ആ ഒരു ടൈറ്റിൽ വിന്നറായി തീരുക എന്നുള്ളത്. പക്ഷേ ഈ വിവാദങ്ങൾ വരുമ്പോൾ അത് നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആദ്യം തന്നെ എനിക്കൊരു പ്ലാറ്റ്ഫോം കിട്ടിയത് അമൃത TV വഴിയാണ്. അപ്പം എൻ്റെ ആയാലും മോളുടെ ആയാലും ഫസ്റ്റ് ഒരു പ്ലാറ്റ്ഫോമാണിത്. അപ്പം നമ്മൾ ഈ 1 year ജേർണി നമുക്ക് തന്നത് ഒരുപാട് ചേഞ്ചസ്, ഒത്തിരി റൗണ്ട്സ്, നമുക്ക് ഒരുപാട് പല എക്സ്പോഷർ നമുക്ക് കിട്ടിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഫിനാലയിൽ വന്നപ്പോഴത്തേക്കും നമ്മുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് നമ്മൾ മാത്രമല്ല, അതിലുണ്ടായിരുന്ന എല്ലാ കണ്ടസ്റ്റൻസും എഫേർട്ട് എടുത്ത് ചെയ്തതാണ്. അപ്പം നമുക്ക് ആ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടുമ്പം ഹാപ്പിയാണ്. ഇതിപ്പോൾ എത്ര വിവാദങ്ങൾ വന്നാലും എന്തായാലും നമുക്ക് കിട്ടിയത് ഒരു അച്ചീവ്മെൻ്റാണ്. അതിനകത്ത് എനിക്ക് എത്ര വിവാദം വന്നതെന്ന് പറഞ്ഞ് എനിക്ക് അതിനകത്തൊന്നും ഒരു വിഷയമേ അല്ല. നമുക്ക് കിട്ടിയ പ്രൈസ് നമുക്ക് തന്നെ ഉള്ള ഒരു എന്താ പറയുക, നമ്മുടെ എലിജിബിലിറ്റി, നമ്മുടെ പെർഫോമൻസ് കണ്ടിട്ട് കിട്ടിയ ഒരു അംഗീകാരമാണ്. അപ്പം എന്ത് വിവാദങ്ങൾ വന്നാലും അത് ഒരു വിഷയമല്ല സത്യം പറഞ്ഞാൽ. എപ്പോഴും ഹാപ്പിയാണ്. മോളും അമ്മയുടെ കൂടെ പെർഫോമൻസിനൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? അപ്പൊ രണ്ടുപേരും ഒന്നിച്ചായിരുന്നു പെർഫോമൻസ് ഒക്കെ ചെയ്തിരുന്നത്. അപ്പൊ ഈ പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് ചാനലിൽ നിന്ന് ഒരിക്കലും, ഒരു റിയാലിറ്റി ഷോയിൽ നിന്ന് ഒരിക്കലും ഒരു പേയ്മെന്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം നമ്മൾ കേട്ടിരുന്നു. വളരെയധികം ഒത്തിരി എക്സ്പെൻഡിച്ചർ ഇതിലേക്ക് വന്നിരുന്നു എന്ന് ഉള്ളൊരു കാര്യം നമ്മൾ കേട്ടിരുന്നു. അതിനെക്കുറിച്ച് എന്താണ്, നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിനെ ഇത് ഒത്തിരി ബാധിച്ചിട്ടുണ്ടോ ഈ ഒരു ഷോ? ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലാറ്റ്ഫോം കിട്ടുന്നത് തന്നെയാണ് എനിക്ക് നമ്മുടെ ഒരു കഴിവുകൾ തെളിയിക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്നെപ്പോലെ ഒരുപാട് അമ്മമാരുണ്ടാവും. ഞാനൊക്കെ നമുക്ക് വീട്ടിലിരുന്നിട്ട് ജോലി ചെയ്യാൻ, ഫാമിലിയുടെ കാര്യം നോക്കി ജീവിക്കുന്ന ഒരാളായിരുന്നു. ഞാനിങ്ങനെ ഒരു ഷോയും അങ്ങനെ ഒരു പരിപാടിയിലും ഞാൻ വന്നിട്ടില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അമൃത TV തന്ന ഈ ഒരു പ്ലാറ്റ്ഫോം, നമ്മളിപ്പോൾ ഒരു ഓൺലൈൻ ഓഡീഷൻ വഴിയാണ് നമ്മൾ സെലക്ട് ആയത്. അപ്പോൾ അതുവഴി നമുക്കൊരു എക്സ്പോഷർ തന്നത് അമൃത TV തന്നെയാണ്. അപ്പം അമൃത TVയിൽ ആദ്യമേ തന്നെ നമ്മുടെ പ്രൈസ് മണിയും എല്ലാ കാര്യവും ഡിഫൈൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് എത്ര ചിലവാകുന്നതിനുപരി എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാവരും എങ്ങനെ നന്നായിട്ട് നമുക്ക് ഒരു പ്ലാറ്റ്ഫോം എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിലാണ് എനിക്ക് അതിനകത്തൊരു പ്രാധാന്യം കൽപ്പിക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകുന്ന നോക്കുമ്പോഴത്തേക്ക് പിന്നെ അതിനൊരു വാല്യൂ ഇല്ലല്ലോ. കാശ് ചിലവാകുന്നത്
നമുക്കൊരു പ്ലാറ്റ്ഫോം കിട്ടുന്ന ആദ്യം നമ്മൾ തന്നെ അത് ചൂസ് ചെയ്യണം. ഇപ്പം അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർ മീൻസ് അങ്ങനെ ഒരു മീൻസ് നമുക്ക് തന്നെ അറിയാൻ പറ്റും ഓരോ റൗണ്ട് കഴിയുമ്പോഴേ നമ്മുടെ കയ്യിൽ നിന്ന് എത്രയാവുന്നുണ്ട്, അതൊക്കെ നമുക്ക് തന്നെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമുക്ക് തന്നെ ഒരു അറിയാൻ പറ്റും എത്രയാണ് ചിലവാകുന്നുണ്ടെന്നേ. അപ്പം എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഫിനാലെ വരെ പോകണം, എനിക്ക് കിട്ടുന്ന പ്ലാറ്റ്ഫോമിൽ മാക്സിമം എനിക്ക് അതിനകത്ത് പെർഫോം ചെയ്യണം എന്നതായിരുന്നു എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം. അപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ കാശ് നോക്കിയിട്ട് എനിക്ക് ഇത്രയും ചിലവാകുന്നു അപ്പോൾ ക്വിറ്റ് ചെയ്യണം. എനിക്ക് പല അവസരങ്ങളിലും ക്വിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിട്ട് പോലും എനിക്ക് ഈ സ്റ്റേജാണ് വലുത് എന്നുള്ള എൻ്റെ മൈൻഡാണ്, എനിക്കതായിരുന്നു ഇഷ്ടം. അത് എൻ്റെ പേഴ്സണലി ഉള്ള ഒരു അഭിപ്രായമാണ് കേട്ടോ. അപ്പം എൻ്റെ ഒരു പാഷനെ ഫോളോ ചെയ്യും, എൻ്റെ ഒരു ഡ്രീമിനെ ഫോളോ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. അപ്പം എനിക്ക് അങ്ങനെ ഞാനിപ്പം കാശിന് വെച്ച് വിലയിരുത്തുവാണെങ്കിൽ അങ്ങനെ ഞാൻ നോക്കിയിട്ടില്ല സത്യം പറഞ്ഞാൽ. ഈ ഷോയുടെ ഗ്രാൻഡ് ഫിനാലയിൽ 5ാം സ്ഥാനം കിട്ടിയ കണ്ടസ്റ്റൻസ് ട്രോഫി വാങ്ങാതെ ഇറങ്ങിപ്പോയല്ലോ. ആ ഒരു എക്സ്പീരിയൻസ് അപ്പോൾ ഉണ്ടായ ഫീലിങ്സ് എന്തായിരുന്നു? ഞാൻ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചില്ല. ഇപ്പം അവർ അങ്ങനെ ചെയ്യുമെന്നുള്ള കാര്യം ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇപ്പം ഞാൻ നന്നായിട്ട് എൻ്റെ ഒരു പെർഫോമൻസിനെ കുറിച്ച് ഞാൻ സത്യം പറഞ്ഞാൽ വിലയിരുത്തും, എന്താണ് എന്നൊക്കെയുള്ള വിലയിരുത്തും. അപ്പം ഞാനതിന് ഇപ്പം എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ ഓൺ സ്റ്റേജ് ചോദിക്കും. പക്ഷേ എനിക്ക് കിട്ടുന്ന ഒരു അംഗീകാരത്തിന് ഞാനത് സ്വീകരിക്കാതിരിക്കത്തില്ല. ഞാൻ ചോദിക്കും, എനിക്ക് പറയാനുള്ളത് ഞാൻ എല്ലാവരുടെ അടുത്തും പറയും, തുറന്ന് പറയും. ഇപ്പം എനിക്കത് റൈറ്റായിട്ട് തോന്നുന്നെങ്കിൽ അത് ഞാൻ പറയും. പക്ഷെ ഞാനത് സ്വീകരിക്കാതെ പോകത്തില്ല, അതിനോട് ഞാൻ അംഗീകരിക്കുന്നില്ല. പക്ഷെ ഒരാളുടെ ഒരു വ്യക്തിപരമായ ഒരു ചോയ്സാണ് അവിടെ എന്ത് പറയണമെന്നുള്ളത്. അപ്പം അതിന് അത് എനിക്കൊന്നും കമൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എൻ്റെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ ഞാൻ ഒരിക്കലും അത് സ്വീകരിക്കാതെ പോകത്തില്ലായിരുന്നു. അപ്പൊ അവര് ചെയ്തത് ശരിയായില്ല എന്ന് തന്നെയാണ് വിദ്യ പറയുന്നത്. സ്വീകരിക്കാത്ത കാര്യത്തിൽ എനിക്ക് യോജിപ്പില്ല. സ്വീകരിക്കാതെ പോയത് എനിക്കും അതൊരു ഫീലിംഗ് വന്നു, അതെന്തുകൊണ്ടാണ് അത് സ്വീകരിക്കാത്തതെന്ന്. പക്ഷെ ഒരാളുടെ അഭിപ്രായം തുറന്നു പറയുന്നതിനോട് നമുക്കൊന്നും കമൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ സ്വീകരിക്കാതെ പോയതിൽ എന്താ പറയുന്നത്, ഇപ്പം എനിക്കൊക്കെ ആണെങ്കിൽ ആദ്യമായിട്ട് കിട്ടുന്ന പ്ലാറ്റ്ഫോമാണ്, എനിക്കൊക്കെ അതൊക്കെ ഒരു വലിയ കാര്യമാണ്. അപ്പം സ്വീകരിക്കാതെ പോയതിൽ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഈ സൂപ്പർ അമ്മയും മകളും എന്ന ഒരു ടൈറ്റിലോട് കൂടി ഈ ഷോ വന്നിട്ട്, പക്ഷെ അവസാനം വന്നിട്ട് ഇതെല്ലാം അളന്നത് എല്ലാവരും ഡാൻസ് പഠിച്ചവരാണ് വന്നിട്ട് പിന്നെ എല്ലാം അളന്നതും ഡാൻസിനെ മാത്രം മെയിനാക്കി വെച്ചിട്ടാണ് എന്നുള്ളൊരു ആരോപണം വന്നിരുന്നു. ഒരു ഡാൻസ് റിയാലിറ്റി ഷോ പോലെ തന്നെയാണ് അവസാനം അതിനെ വെച്ചിട്ടാണ് കഴിവുകളെ അളന്നത് എന്നുള്ളൊരു ആരോപണം വന്നിരുന്നു. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിന് എനിക്ക് കംപ്ലീറ്റ് എഗ്രി ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതൊരു സൂപ്പർ ഡാൻസർ ഷോ ആയിരുന്നെങ്കിൽ ടോപ്പ് 5 കണ്ടസ്റ്റൻസിൽ ഡാൻസ് അറിയാത്ത ഒരു ടോപ്പ് 5 കണ്ടസ്റ്റൻസിൽ വരത്തേയില്ല. ഇതൊരു ഡാൻസ് ബേസ് ചെയ്തിട്ടുള്ള റിയാലിറ്റി ഷോ ആയിരുന്നെങ്കിൽ അത് നമുക്ക് ഊഹിക്കാന്നുള്ളതല്ലേ ഉള്ളൂ. ടോപ്പ് 5 കണ്ടസ്റ്റൻസ് എല്ലാവരും ഡാൻസ് അറിയുന്നവരുണ്ടായിരിക്കണം. അപ്പം അതെനിക്ക് ഒട്ടും യോജിക്കുന്നില്ല. കാരണം ഈ ഒരു പ്രോഗ്രാമിൽ ശരിക്കും പല വിധത്തിലുള്ള റൗണ്ട്സ് ഉണ്ടായിരുന്നു. ന്യൂസ് റിപ്പോർട്ടിംഗ് ഉണ്ടായിരുന്നു, നമുക്ക് ഔട്ട്ഡോർ ടാസ്ക് ഉണ്ടായിരുന്നു, സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടായിരുന്നു, എക്സ്പ്രഷൻ റൗണ്ട് ഉണ്ടായിരുന്നു, കോമഡി റൗണ്ട് ഉണ്ടായിരുന്നു. അപ്പം ഈ കോമഡി റൗണ്ടിൽ പോലും നമുക്ക് ഡാൻസ് അറിയാന്നുള്ളവർ ഡാൻസ് വഴി, ഇപ്പം ഞാനും മോളും ചെയ്തത് ഡാൻസ് വഴി കോമഡി ചെയ്തു. കാരണം നമുക്ക് ഇപ്പം ഞാനെന്ന് പറയുന്ന ആൾ ഡാൻസ് പഠിച്ചിട്ടില്ല. പക്ഷെ ഡാൻസിൻ്റെ എനിക്ക് ഇഷ്ടമാണ് ചെയ്യാൻ, എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു പ്രൊഫഷണൽ ഡാൻസർ അല്ല, ഞാൻ ഡാൻസ് പഠിച്ചിട്ടില്ല. അപ്പം പക്ഷെ എനിക്ക് ഡാൻസ് വഴി എനിക്ക് എൻ്റെ കോമഡി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു റൗണ്ട് എനിക്ക് നന്നായി ചെയ്യാൻ പറ്റുന്നത് കോമഡി വഴിയാണ്. പക്ഷെ 5ാം സ്ഥാനം കിട്ടിയ ആളുകൾ പറയുന്നത് അവർക്ക് ഡാൻസ് അറിയില്ലാത്തത് കൊണ്ടാണ് 5ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടത്, നിങ്ങൾക്ക് ഡാൻസ് അറിയുന്നത് കൊണ്ടാണ് നിങ്ങൾ 1ാം സ്ഥാനത്തിന് അർഹരായത് എന്നാണ് അവർ ആരോപിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ വേറെ ആരെയും ഹേർട്ട് ചെയ്യാനോ അവർ പറഞ്ഞതിനെ കുറിച്ച് തിരുത്തി പറയാനോ അല്ല ഞാൻ പറയുന്നത്. ശരിക്കും ഫിനാലെ പെർഫോമൻസിൽ 3 റൗണ്ടാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തേത് ഗ്രൂപ്പ് പെർഫോമൻസ്, പിന്നത് നമ്മുടെ സ്ട്രെങ്ത് കാണിക്കുന്ന റൗണ്ട്, 3rd റൗണ്ട് ആറ്റിറ്റ്യൂഡ് റൗണ്ട്. ഈ 3 പെർഫോമൻസിൻ്റെ ഡീറ്റെയിൽസ് വളരെ വ്യക്തമായിട്ട് നമുക്കെല്ലാം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് സതീഷ് സാറ്, പ്രോഗ്രാം ഡയറക്ടർ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യത്തെ റൗണ്ട് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് പെർഫോമൻസ് റൗണ്ടാണ്. അപ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഡാൻസിൻ്റെ നമുക്ക് ഗ്രൂപ്പിൻ്റെ ഒരു ഓവറോൾ പെർഫോമൻസ് അനുസരിച്ചിട്ടാണ് വിലയിരുത്തുന്നത്. ഇപ്പോൾ ഒരു കണ്ടസ്റ്റൻസിന് ഡാൻസ് അറിയില്ല എന്നുണ്ടെങ്കിൽ, അതിനകത്തുള്ളത് അറിയില്ല എന്നുണ്ടെങ്കിലും
ഇതിൻ്റെ ഇപ്പം ഗ്രൂപ്പായിട്ട് എന്ത് നമ്മൾ പെർഫോം ചെയ്യുന്നു അതനുസരിച്ചിട്ടാണ്, അതിൻ്റെ വോ ഫാക്ടർ അനുസരിച്ചിട്ടാണ് അതിനകത്ത് പോയിന്റ് ഇടുന്നതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ കണ്ടസ്റ്റൻസിൻ്റെ പെർഫോമൻസ് അല്ല നോക്കുന്നത്, ഒരു ഓവറോൾ പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. നമ്മുടെ ഒരു ഗ്രൂപ്പ് പെർഫോമൻസിനകത്ത് ശരിക്കും നമ്മൾ എടുത്തത് അലിയൻസ് ടീമാണ്, D3 D4 വിന്നേഴ്സ്, അവരുടെ കൂടെയാണ് നമ്മൾ ചെയ്തത്. നമ്മളുടെ ഒരു ഓവറോൾ വോ ഫാക്ടറാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത്. ഇപ്പോൾ ഫ്ലിപ്പ് ചെയ്യുന്നതും അതൊക്കെ ശരിക്കും അവരും കൂടെ ചെയ്തതാണ്. നമ്മൾ പെർഫോം ചെയ്തില്ല എന്നല്ല, നമ്മളും പെർഫോം ചെയ്തു, പക്ഷെ നമ്മുടെ ഒരു ഓവറോൾ പെർഫോമൻസ് ആണ് അവർ അതിനകത്ത് കാണുന്നത്. പക്ഷെ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു, ഒരു ഓവറോൾ പെർഫോമൻസിനനുസരിച്ചിട്ടാണ് അതിൻ്റെ പോയിന്റ് ഇടുന്നതെന്ന്. സെക്കൻഡ് പെർഫോമൻസ് നമ്മുടെ സ്ട്രെങ്ത് ആണ്. നമുക്ക് എന്താണ് നമ്മുടെ സ്ട്രെങ്ത് അതായിരിക്കും അതിനകത്ത് പോയിന്റിന് വരുന്നത്. ഇപ്പം സ്ട്രെങ്ത് ഇപ്പം എന്ത് വേണം, ഇപ്പം നമ്മുടെ സ്ട്രെങ്ത് നമുക്ക് ഡാൻസ് ആണ്. ഇപ്പം എൻ്റെതാണെങ്കിൽ ഞാനും മോളും ചെയ്തത് ഡാൻസ് വളരെ കുറച്ചേ ഉള്ളൂ, ഒരു 4 സ്റ്റെപ്പ് ഡാൻസേ ഉള്ളൂ. നമ്മൾ യൂസ് ചെയ്തത് പോൾ സ്റ്റാൻഡ് വെച്ചിട്ട് പോളിൽ കയറിയിട്ട് കുറച്ച് റിസ്ക് ഫാക്ടർ വെച്ചിട്ട് മോളിൻ്റെ പുറത്ത് കയറുകയും കൈവിട്ട് നിൽക്കുകയും അങ്ങനത്തെയൊക്കെ നമ്മൾ ഇതുവരെയും പഠിച്ചിട്ടില്ല. ഒരു 2 വീക്സ് കൊണ്ട് നമ്മൾ അതിനകത്ത് എടുത്താണ്. അപ്പം നമ്മുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിനകത്ത് നമ്മുടെ ഒരു റിസ്ക് എലമെൻറ്റ് കൊണ്ടുവരിക, പുതിയതായിട്ടൊരു കാര്യം നമ്മൾ പഠിച്ച് ചെയ്യുക, അതൊക്കെയായിരുന്നു നമ്മുടെ ഒരു വന്നത്. അപ്പം നമ്മുടെ ആ ഒരു ഫ്ലോർ ശരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്തു എന്നാണ് എനിക്ക് പറയുന്നത്. നമുക്കിപ്പോൾ ഇപ്പം എല്ലാവരും ഓരോ ഡിഫറെൻറ്റ് എലമെൻ്റ് തന്നെയാണ് കൊണ്ടുവന്നത്. പക്ഷെ നമ്മുടെ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പം ആ സമയത്ത് നമ്മുടെ ആ ഒരു ലക്ക് കാര്യം, ഇപ്പോൾ ഞാനും മോളും തന്നെ അതിനകത്ത് ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും കാല് സ്ലിപ്പാവുകയോ നമ്മുടെ സ്റ്റെപ്പ് മിസ്സായോ അത് ഫുള്ള് നമുക്കതിനകത്ത് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം ദൈവാധീനത്തിന് നമുക്കത് കറക്റ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്തതുപോലെ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റി. അപ്പോൾ നമുക്കൊരു സ്റ്റാൻഡിങ് ഒവേഷൻ ആയിരുന്നു എല്ലാവരും. ലാൽജോ സാറും MG ശ്രീകുമാർ സാറും ശ്വേതജിയും സ്വാസികയും എല്ലാവരും സ്റ്റാൻഡിങ് ഒവേഷൻ ആയിരുന്നു നമ്മുടെ ആ പെർഫോമൻസിന് തന്നത്. അപ്പം അങ്ങനത്തെ അത് സ്ട്രെങ്ത് റൗണ്ട് ആയിരുന്നു. അപ്പം നമ്മളെടുത്തത് അതാണ്. വേറെ പലരും ഡാൻസ് എടുത്തു, ചിലവർ കോമഡി തന്നെ അത് ചെയ്തു. അപ്പോൾ അതൊരു സ്ട്രെങ്ത് ആണ്, അതൊരു ഡാൻസ് ബേസ് ആവണമെന്ന് അതിനകത്ത് പറഞ്ഞിട്ടില്ല. മൂന്നാമത്തേത് ആറ്റിറ്റ്യൂഡ് റൗണ്ടായിരുന്നു. നമ്മുടെ റാംബോക്കും ആറ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ടായിരുന്നു. അപ്പോൾ ഈ 3 റൗണ്ടുകളാണ് ഉള്ളത്. അപ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്രൂപ്പ് പെർഫോമൻസ് ഡാൻസ് ആണെങ്കിൽ പോലും അത് ഓവറോൾ പെർഫോമൻസിൻ്റെ ബേസിലാണ് പോയിന്റ് ഇടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോൾ എത്രയിലാണ് പഠിക്കുന്നത്? 5ലാ പഠിക്കണം. 5ല്. അമ്മയുടെ കൂടെ ഇങ്ങനെയുള്ള റിസ്ക് ഫാക്ടറൊക്കെ ഉള്ള പെർഫോമൻസ് ഒക്കെ ചെയ്തപ്പോൾ പേടി തോന്നിയോ? ആദ്യമൊക്കെ കുറച്ച് പേടി തോന്നി, പിന്നെ പഠിച്ചൊക്കെ വന്നപ്പോ ഇത് അങ്ങനെ കുഴപ്പമില്ലായിരിക്കും എന്ന് വിചാരിച്ച് അങ്ങ് ചെയ്തു. ഞാനൊരു വീഡിയോ കാണിക്കാമേ. ഞങ്ങൾ അതിന് നിരസിച്ചതിന് കാരണം ഇതൊക്കെ കൂടിയാണ്. 1 വർഷം കൊണ്ട് ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ടു. ഞങ്ങളുടെ പൈസ, ഞങ്ങൾക്ക് ഫിനാൻഷ്യലി ഒത്തിരി പ്രശ്നമുള്ള ആൾക്കാരാണ്. ഞങ്ങളുടെ കാശ് അത്രയും പോയി. ഞാൻ തല ഉയർത്തി പിടിച്ചിട്ട് തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. തല താഴ്ത്തിയുമല്ല, തല ഉയർത്തി പിടിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. കാരണം ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട്. 1 വർഷമായിട്ട് ഞാൻ ട്രോഫി മേടിക്കേണ്ടി പോകുന്നതും ആ 5ാം സ്ഥാനം, ആ ട്രോഫി എൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതകാലം മൊത്തം ആ ട്രോഫി കാണും ഇല്ലേ. വീണ്ടും ഞാനപ്പോൾ കാണുമ്പോഴൊക്കെ ഓർക്കും, ഞാനൊരു 5ാം സ്ഥാനത്തൊന്നും അല്ലാത്തവളായി പോയല്ലോ എന്നുള്ളൊരു, അത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരും. ആ ട്രോഫി കാണും, അതും കൂടി കൊണ്ട് തന്നെയാണ് അത് വേണ്ടെന്ന് വെച്ചത്. കുറെ കാര്യങ്ങളൊക്കെ മാക്സിമം യൂസ് ചെയ്തിട്ട് കറിവേപ്പില് പോലെ നമ്മളെ അതിനകത്ത് എടുത്തു കളഞ്ഞു. എനിക്ക് ആ ട്രോഫിയെക്കാട്ടിൽ വലുത് എനിക്ക് പൈസയാണ്. എൻ്റെ ജീവിതത്തിൽ പണമില്ലാതെ ഒന്നും നടക്കത്തില്ല ഈ ഭൂമിയിൽ. കിറ്റുകൾ ചെയ്തു, ഔട്ട്ഡോർ ടാസ്കിന് കരമന മാർക്കറ്റിൽ പോയി പച്ചക്കറി കച്ചവടം, തെരുവിൽ നിന്ന് പച്ചക്കറി കച്ചവടം ചെയ്തു. നിങ്ങളുടെ കൂടെ 1 വർഷം ഒരുമിച്ച് കൂടെ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റിന്റെ ഒരു രോദനമാണിത്. ഇത് കാണുമ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രൈസ് കിട്ടിയതിന്റെ ആ ഒരു സന്തോഷത്തിന്റെ മാറ്റി കുറയുന്നുണ്ടോ? അല്ല, പ്രൈസ് കിട്ടിയതിൻ്റെ എന്ന് വെച്ചാൽ എനിക്ക് നമുക്ക് കിട്ടിയതിൽ ഓക്കെ, ഇനിയിപ്പോൾ അവർക്ക് കിട്ടാനുള്ളതായിരുന്നോ അതാണോ തട്ടിപ്പറിച്ചത്, അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് വരാൻ ഒട്ടും നമ്മളങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്ങനെ ഇപ്പം നമ്മുടെ പെർഫോമൻസിന് ആ ഒരു സ്റ്റേജ്, ഒരു ഫിനാലെ പെർഫോമൻസ്, ആ ഒരു സ്റ്റേജിൽ നമ്മൾ പെർഫോം ചെയ്തതിന് നമുക്ക് കിട്ടി എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഒരു പേഴ്സണലായിട്ട് അവർക്ക് അതൊരു മീൻസ് ആ വ്യക്തിക്ക് അത് ഫീൽ ആയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഒരു പേഴ്സണൽ മാറ്ററായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ഈ 1 വർഷം എല്ലാവരും, ഈ 12 അമ്മമാരും കുഞ്ഞുങ്ങളും എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഈ പ്രോഗ്രാം ചെയ്തത്. ഇപ്പോൾ ആരും ഇപ്പം ഞാൻ നല്ലോണം പെർഫോം ചെയ്യുന്നത്, വേറൊരാൾ മോശം പെർഫോം ചെയ്യുന്നതെന്ന് ഞാൻ പറയില്ല. ഈ 12 അമ്മമാരും കുഞ്ഞുങ്ങളും ഒരേ തരത്തിൽ കഴിവുള്ളവരാണ്, പല രീതിയിൽ കഴിവുള്ളവരാണ്.
ചില സ്റ്റേജിൽ ഇപ്പം നമുക്ക് പറയില്ലേ, നമ്മുടെ ഒരു പെർഫോം ചെയ്യുമ്പോഴത്തേക്ക് ചില സമയത്ത് നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ചില സമയത്ത് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം ചെയ്യാൻ പറ്റില്ല, അവർ കുറച്ച് ഡൗൺ ആയി എന്ന് പറഞ്ഞാൽ അവർ നമ്മളെക്കാളും താഴ്ന്നവരോ അല്ലെങ്കിൽ അവർ ഓക്കെ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസ് അങ്ങനെ ഒരു തരം തിരിയും. ഇപ്പം ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസും കിട്ടിയവരിൽ നമ്മുടെ ഇപ്പോൾ ഞാൻ അവരെക്കാളും ഭയങ്കര കഴിവുള്ള ആളെന്ന് ഞാൻ പറയില്ല, അല്ലെങ്കിൽ എൻ്റെ മോള് അങ്ങനെയല്ല. എത്രയാണെങ്കിലും ഇത്രയും നാൾ ഒന്നിച്ച് വർക്ക് ചെയ്തവരാണ്. അപ്പോൾ 1ാം സ്ഥാനം നേടിക്കഴിഞ്ഞിട്ട് 5ാം സ്ഥാനം കിട്ടി അവരെ കണക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നോ, അതോ അവർ ഇങ്ങോട്ട് കണക്ട് ചെയ്തിരുന്നോ, എന്തെങ്കിലും കോണ്ടാക്ട് ഉണ്ടായോ? കോണ്ടാക്ട് ഞാൻ പല പ്രാവശ്യം കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം എന്നോട് അങ്ങനെ ഓപ്പൺ അപ്പ് ആവുന്നുണ്ടായിരുന്നില്ല, എന്താണ് പ്രശ്നം എന്നൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. മേ ബി ഇപ്പോൾ അവരുടെ സിറ്റുവേഷനും നമുക്ക് മനസ്സിലാക്കണമല്ലോ. അപ്പം എനിക്കറിയില്ല. അപ്പം ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ എൻ്റെ അടുത്ത് ഓപ്പൺ അപ്പ് ആവുന്നുണ്ടായിരുന്നില്ല. അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ എനിക്ക് അറിയില്ല പറയാൻ. അവർ ഇവിടെ വന്ന ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരു കാര്യമാണ്, അവർ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പിൽ നിന്ന് അവരെ റിമൂവ് ചെയ്തു എന്ന്. അങ്ങനെ ഒരു കാര്യം ഉണ്ടായി, വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് അവരെ റിമൂവ് ചെയ്തു എന്ന്. അതിൻ്റെ ഒരു സംഭവത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ശരിക്കും അങ്ങനെ ഇപ്പം അത് അങ്ങനെ ഒരു സംഭവം എന്ന് പറയുന്നത് ശരിയാണ്. ഒരു ഗ്രൂപ്പിൽ അങ്ങനെ ഒരു കോൺവെർസേഷൻ വന്നായിരുന്നു. അതിനെപ്പറ്റി പറയുവാണെങ്കിൽ, കാരണം സ്റ്റേജിൽ ഇത്രയും പേരുടെ മുന്നിൽ വെച്ചിട്ട് ആ 2 കണ്ടസ്റ്റൻസും പ്രൈസ് മേടിക്കാതെ പോയത് ഒരു അവർ പേഴ്സണലി കുറേ ആർട്ടിസ്റ്റ് ഉള്ളതല്ലേ, അപ്പോൾ അവർക്കെല്ലാം ഒരു എന്താ പറയുന്നത്, ഒരു ഇൻസൾട്ട്, അങ്ങനെ ഇൻസൾട്ടല്ല, ഒരു ഡിസ്റെസ്പെക്റ്റ് പോലെ തോന്നുന്നു. അപ്പം ഞാനും എഗ്രി ചെയ്യുന്നില്ല പ്രൈസ് മേടിക്കാതെ പോയതിൻ്റെ. അപ്പം എല്ലാവർക്കും പേഴ്സണലി, കാരണം നമ്മളോടൊക്കെ ഒരുപാട് അടുത്ത് നിന്ന ആൾക്കാരാണ് ഇവർ. അപ്പോൾ പെട്ടെന്ന് ഒരു സ്റ്റേജിൽ അപ്പോൾ പ്രധാനമായിട്ട് അത് പറയാനൊരു റീസൺ ഉണ്ട്. കാരണം സെമി ഫൈനൽ എന്ന് പറഞ്ഞ സ്റ്റേജിൽ ഈ പറയുന്ന കണ്ടസ്റ്റൻസ് വേറൊരു കണ്ടസ്റ്റൻ്റ് ഔട്ടാവാൻ പോയപ്പോഴത്തേക്ക് ഇല്ല, ഇവർ ഔട്ടാവണമെങ്കിൽ നമ്മളും ക്വിറ്റ് ചെയ്യാൻ പോവുകയാണ്, ഇവരില്ലെങ്കിൽ നമ്മൾ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കോൺവെർസേഷൻ, അവിടെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഓക്കെ ഒരു കണ്ടസ്റ്റൻറ്റിന് വേണ്ടി ക്വിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ ആൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്റ്റേജിൽ, ഫിനാലെ സ്റ്റേജിൽ 5th പൊസിഷൻ ആയപ്പോൾ അങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു എന്താണ്, അപ്പം അങ്ങനെ ഒരു കോൺവെർസേഷൻ അവിടെ ഉണ്ടായിരുന്നു. ഇത് ഫേക്ക് ആണോ, അങ്ങനെ കള്ളത്തരമാണോ സെമി ഫൈനലിൽ പറഞ്ഞത് എന്നൊരു ഇത് വന്നായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ കാരണം നമ്മളുടെ അടുത്തൊക്കെ ഒരുപാട് അടുത്ത് നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡിസ്റെസ്പെക്റ്റ് കാണിച്ചപ്പോൾ അത് ആർട്ടിസ്റ്റ് പരമായി എല്ലാവർക്കും അവർക്ക് ഹേർട്ടായി അവിടെ. അതിൻ്റെ ഒരു റീസൺ കൊണ്ട് ആണ്, റിമൂവ് ചെയ്തതല്ല. എനിക്കെന്തോ പേഴ്സണലി ആ പറഞ്ഞ വ്യക്തി പേഴ്സണലി എനിക്ക് ആ ഗ്രൂപ്പിൽ നിൽക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ ആ ഗ്രൂപ്പിൽ നിന്ന് അവർ ക്വിറ്റാവുന്നതുകൊണ്ടതാണ് ആ പറഞ്ഞ വ്യക്തി ക്വിറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോഴത്തേക്കാണ് ഇവരെല്ലാവരും ലെഫ്റ്റ് ആയത്, ഈ പറഞ്ഞ കണ്ടസ്റ്റൻസ് ലെഫ്റ്റ് ആയത് ആ ഗ്രൂപ്പിൽ നിന്ന്. ആരും റിമൂവ് ചെയ്തതല്ല, ലെഫ്റ്റ് അവർ തന്നെ ലെഫ്റ്റ് ആയതാണ് ഗ്രൂപ്പിൽ നിന്ന്. ഒരു സൂപ്പർ അമ്മയായി മാറിയിരിക്കുകയാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ എത്രത്തോളം വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ശരിക്കും ഈ ഒരു പ്രോഗ്രാമിലൂടെ എനിക്കൊരു എന്താ പറയുന്നത് വെച്ചാൽ, സെൽഫായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ, ഓക്കെ സമൂഹം എന്ത് ചിന്തിക്കുന്നു, ഇവള് അവിടെ നിന്ന് വന്ന് ഫാമിലി നോക്കുന്നില്ല, മോളുടെ പഠിത്തം നോക്കുന്നില്ല, ആര് പറഞ്ഞാലും കേൾക്കുന്നില്ല, ജോലിയും റിസൈൻ ചെയ്തു. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഒരു ഡിസിഷൻ എനിക്ക് എടുക്കാൻ ഭയങ്കരമായിട്ട് എനിക്ക് പാടുപെട്ടത് എൻ്റെ ജോലി റിസൈൻ ചെയ്യാണ്. കാരണം ഓവർസീസ് ഉള്ള എല്ലാവർക്കും അറിയാം. ഇപ്പം നമ്മൾ പറയും നമ്മൾ ഓസ്ട്രേലിയയിലാണോ, അവരുടെ കയ്യിൽ നല്ല കാശാണ് എന്നൊക്കെ പറയും. പക്ഷെ പുറത്തുള്ളവർക്ക് അറിയാം നമ്മളിപ്പം അവിടുത്തെ ടാക്സും അങ്ങനത്തെ 2 പേര് ഫാമിലിയുള്ള 2 പേര് ജോലി ചെയ്തില്ലെങ്കിൽ അവിടെ ജീവിതം കുറച്ച് മുന്നോട്ട് പോകാൻ കുറച്ച് പാടാണ്. അപ്പം ആ ഒരു ഘട്ടത്തിലും ഞാൻ ജോലി റിസൈൻ ചെയ്യാം എന്നൊരു ഇതിൽ വന്നപ്പോഴത്തേക്ക് ആദ്യമൊന്നും ഫാമിലി സപ്പോർട്ട്, കാരണം ഫാമിലി ഓഫ് കോഴ്സ് പറയും നീ നീ ഇത് കഴിഞ്ഞിട്ട് എന്താണ്, ഇത് നിനക്ക് ഈ പ്രോഗ്രാം വഴി നിനക്ക് എന്താണ് കിട്ടുന്നത്, ഈ പറയുന്ന പ്രൈസ് മണിയുടെ കാര്യം ചിലവരൊക്കെ എന്നോട് ചോദിച്ചു, നിനക്ക് എന്താ നിനക്ക് ഇതാണ് കിട്ടാൻ പോകുന്നത്. അപ്പോഴും ഞാൻ ഉറപ്പിച്ച് വിശ്വസിച്ച ഒരു കാര്യമാണ്, എനിക്ക് പ്രൈസ് മണി അല്ല എനിക്ക് കാര്യം, അല്ലെങ്കിൽ ഒരു ഓക്കെ ഞാൻ ഏത് സ്റ്റേജ് വരെ പോകുന്നുള്ളതും കാര്യമല്ല. കാരണം ഞാൻ ജോലി റിസൈൻ ചെയ്ത് സെമി ഫൈനലിന് മുമ്പാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ ഞാൻ സെമി ഫൈനലിൽ എത്തുന്നു, അതിൽ ഫൈനലിസ്റ്റ് ആവുമെന്നൊന്നും എനിക്കപ്പോൾ അറിയില്ലായിരുന്നു.
ശരിക്കും ജോലി റിസൈൻ ചെയ്തത് എൻ്റെ ഒരു ഡിസിഷൻ ഞാൻ അത്രയും ഉറച്ചു നിന്നപ്പോഴാണ് വിനു ഹസ്ബൻഡ് സമ്മതിച്ചത്. അതിന് എത്ര പറഞ്ഞാലും ആ ഒരു സമ്മതം മൂളി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം ആരും അങ്ങനെ പെട്ടെന്ന് എഗ്രി ചെയ്യുന്ന ഒരു കാര്യമല്ല. ഓക്കെ, നീ ജോലി റിസൈൻ ചെയ്തിട്ട് പൊക്കോളാൻ. അപ്പം എൻ്റെ ഒരു ആഗ്രഹം, ഒരു പാഷൻ പറഞ്ഞപ്പോഴത്തേക്ക് അത് എഗ്രി ചെയ്തു. എൻ്റെ ഒപ്പം നിന്നതിന് വിനുവിനോടും താങ്ക്സ്. അപ്പം ഒരു സ്ത്രീ എന്ന നിലയിൽ ഉള്ളിലൊതുക്കി നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നാളത്തേക്ക് മാറ്റി വെക്കാനുള്ളതല്ല. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമുക്ക് മാത്രമേ പറ്റുള്ളൂ. സ്വന്തമായിട്ട് മാത്രമേ നമുക്ക് നമ്മളോടുള്ള ഇഷ്ടവും കാര്യങ്ങളും എല്ലാം നമുക്ക് സ്വയം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, മറ്റുള്ളവർ സമ്മതം മുള്ളിയിട്ട് നമ്മൾ എല്ലാം ചെയ്യാൻ നിന്നാൽ ശരിക്കും നമുക്ക് ഒരിടത്തും എത്താൻ പറ്റത്തില്ല. നമ്മുടെ ഡിസിഷൻ റൈറ്റ് ആണെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കും. ശ്വാസിക ഈ ഷോയുടെ ഒരു മെയിൻ ഫാക്ടർ ആയിരുന്നല്ലോ. ഇതിനിടയിലാണല്ലോ ആളുടെ കല്യാണമൊക്കെ അതെ അതെ അതെ. മാരേജിനൊക്കെ പോയിരുന്നു. ഞാൻ ശരിക്കും ഓസ്ട്രേലിയയിലായിരുന്നു ആ സമയത്ത്. കാരണം ഷെഡ്യൂൾ കഴിഞ്ഞ ഉടനെ നമ്മൾ പോകും. കാരണം ഫാമിലിയൊക്കെ അവിടെയല്ലേ, പിന്നെ ഇവളുടെ പഠിത്തവും എല്ലാം നമ്മൾ പെട്ടെന്ന് തന്നെ പോകും. അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. പക്ഷെ വീഡിയോസൊക്കെ കണ്ടായിരുന്നു. എല്ലാ കാര്യത്തിനും നമ്മൾ ഫോൺ ചെയ്തിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ എപ്പോഴെങ്കിലും ഒരു മൊമെന്റിൽ, അതായത് ഈ വിവാദങ്ങളിലൊക്കെ ഇത്രയും ഇതായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്നു, ഇത്രയും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേ ഏതെങ്കിലും ഒരു മൊമെന്റിൽ തോന്നിയോ ഫസ്റ്റ് പ്രൈസ് വേണ്ടിയിരുന്നില്ല എന്ന്? ഒരിക്കലും ഇല്ല. അല്ല, ഈവൻ ഇപ്പം ഞാൻ ഇപ്പോഴും പറയുന്നു, ഇപ്പം എനിക്കൊരു ഫസ്റ്റ് പ്രൈസ് കിട്ടി, ഇപ്പം ഫസ്റ്റ് പ്രൈസ് വേണ്ടിയിരുന്നില്ല, അതിന് ഞാൻ അർഹയല്ല എന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. സത്യമായിട്ടും ഇല്ല. നമ്മൾ പെർഫോം ചെയ്തതിന് ആ ഒരു സ്പോട്ടിൽ എല്ലാവരും ഒരു സ്റ്റാൻഡിങ് ഓവേഷൻ തന്നെ എല്ലാ ജഡ്ജസും നമുക്ക് തന്നതാണ് നമ്മുടെ പെർഫോമൻസിന്. പെർഫോമൻസ് ചെയ്തിട്ട് ഇപ്പം ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു, ഓക്കെ എനിക്ക് എത്ര പോയിൻറ്റ്സ് ആണ്, എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ആയത്. അത് എല്ലാവരുടെയും റൈറ്റാണ്. പക്ഷേ എന്തു പറയുന്നത്, ഫസ്റ്റ് പ്രൈസ് നമുക്ക് കിട്ടിയതിൽ നമ്മൾ പെർഫോം ചെയ്തിട്ടാണ് കിട്ടിയത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ ഷോയിൽ ഇതിനു മുമ്പ് ഷീന ചേച്ചി ഒരു ഘട്ടത്തിൽ തല കറങ്ങി വീണില്ലേ ഒരു എപ്പിസോഡിൽ? ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? പെട്ടെന്ന് ഷോക്കായി. പെട്ടെന്ന് ചേച്ചി വീണപ്പോഴത്തേക്ക് എല്ലാവരും പെട്ടെന്ന് അങ്ങ് ഷോക്കായിപ്പോയി, പേടിച്ചു പോയി സത്യം പറഞ്ഞാൽ. ഈ പറയുന്ന പോലെ തന്നെ ആ ഒരു ഹെൽത്ത് ഇഷ്യൂവും അങ്ങനെയൊക്കെ ആയിട്ടാണ് പുള്ളിക്കാരി വീണത്. എല്ലാവരും ഷോക്കായിപ്പോയി, വിഷമമായിപ്പോയി സത്യം പറഞ്ഞാൽ വീഴുന്നപ്പോൾ. ശരിക്കും 3 മാസം എന്ന് പറഞ്ഞില്ലേ ഷെഡ്യൂൾ ചെയ്തിട്ടല്ലേ ഇത് തുടങ്ങിയത്, എഗ്രിമെന്റ് ചെയ്തല്ലേ തുടങ്ങിയത്? ജൂലൈ ഓഗസ്റ്റ് വരെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞത് ആദ്യം 6 മാസമായി, പിന്നീട് അത് 1 വർഷമായിട്ട് നീണ്ടു പോയപ്പോഴത്തേക്കും അത് ശരിക്കും പ്രശ്നമായി. അത്ര ഒരു ലോങ് ഷെഡ്യൂൾ വന്നപ്പോഴത്തേക്കും ശരിക്കും അത് ഒരു എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ഘട്ടം വന്നപ്പം അടുത്ത ഡയറക്ടർ നമ്മളോടെല്ലാം സംസാരിക്കുന്നുണ്ടായിരുന്നു. അല്ല, ഏറ്റവും കൂടുതൽ പ്രശ്നം വരേണ്ടത് എനിക്കായിരുന്നു. കാരണം ഞാൻ പുറത്താണ്. അപ്പം നമ്മളോടൊക്കെ എല്ലാവരും കൂടെ ഇരുന്നിട്ടാണ് ഡിസ്കസ് ചെയ്തത്. കാരണം മോളുടെ എഡ്യൂക്കേഷൻ, എൻ്റെ ജോലി, അങ്ങനെ എല്ലാത്തിൻ്റെയും ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു എക്സ്റ്റൻഷൻ വന്നപ്പം. അപ്പം എല്ലാവരുമായിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും ഓക്കെ ആണോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. സമ്മതമാണോ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള കാര്യം, സമ്മതമാണോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും എഗ്രി ചെയ്തു, എക്സ്റ്റെൻഡ് ചെയ്യാൻ സമ്മതിച്ചു. അങ്ങനെയായിരുന്നു മുന്നോട്ട് പോകുന്നത്. ഈവൻ നമ്മളാണെങ്കിലും സമ്മതിച്ചു. കാരണം പല ഘട്ടങ്ങൾ വന്നിട്ടും നമ്മൾ ക്വിറ്റ് ചെയ്യാതെ എക്സ്റ്റൻഷൻ ഒരു സ്റ്റേജ് കിട്ടുന്ന വലിയ കാര്യമായിരുന്നു. അതുകൊണ്ട് നമ്മളും എഗ്രി ചെയ്തു എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ഷോയ്ക്ക് ഇപ്പം മറ്റുള്ള കണ്ടസ്റ്റൻസ് പറഞ്ഞു കേട്ടു അവർക്ക് 6 ലക്ഷം വരെ ചിലവായി. പക്ഷേ ഇതിൻ്റെ ഒരു ഗ്രാൻഡ് ഫിനാലെ ഫൈനൽ എമൗണ്ട്, അതല്ലെങ്കിൽ പ്രൈസ് മണി എന്ന് പറയുന്നത് 3 ലക്ഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 1 വർഷം നീണ്ടു നിന്നിട്ടുള്ള ഈ ഒരു ഷോയ്ക്ക് അവസാനത്തെ ഈ ഒരു സമ്മാനത്തുക ഇത്രയും പോരാ എന്ന് തോന്നിയോ? ഈ ഒരു 3 ലക്ഷമാണ് ഇതിൻ്റെ പ്രൈസ് മണി എന്ന് ലാസ്റ്റ് അല്ല പറയുന്നത്. ഫസ്റ്റ് തന്നെ എല്ലാവർക്കും അറിയാം 3 lakhs ആണ് ഫസ്റ്റ് പ്രൈസ്. 3 lakhs, സെക്കൻഡ് പ്രൈസ് 2 lakhs, തേർഡ് 1 lakh. ഇത് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. ഇപ്പം പോകെ അത് ഇൻക്രീസ് ചെയ്ത് വരും എന്നുള്ള ചിന്ത അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ് 3 ലക്ഷം. ഇത് 3 ലക്ഷത്തിന് വേണ്ടി എനിക്ക് തോന്നിയിട്ടില്ല ആരും 3 ലക്ഷത്തിന് വേണ്ടിയിട്ട്. അവിടെ ഉള്ള എല്ലാ അമ്മമാരും അതിന് കൂടുതൽ അവരുടെ എല്ലാവരുടെ കയ്യിൽ നിന്നും ചിലവുണ്ടാവും. കാരണം ഈ 1 വർഷം നീണ്ട പ്രോഗ്രാമാണ്. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്പെൻസ് പോകാണ്ടിരിക്കത്തില്ല. അപ്പം ഒരു 3 ലക്ഷത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും മത്സരിച്ചതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ
എക്സ്പെൻസ് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് ആയിട്ട് നമുക്കുള്ളതായിരിക്കും. കാരണം എത്ര ചിലവാക്കി? ഞാൻ കണക്ക് നോക്കിയിട്ടില്ല. എന്നാലും അല്ല അങ്ങനെയല്ല, നിങ്ങൾക്കെല്ലാം ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ട്രാവൽ എക്സ്പെൻസും എല്ലാം അവിടുന്ന് ഫ്ലൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് കഴിയും. പക്ഷെ ഞാൻ ഒരിക്കലും അതിൻ്റെ ഒരു എക്സ്പെൻസ് എനിക്ക് ഇത്രയായി 3 ലക്ഷം തരുന്നുള്ളൂ അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് ആദ്യമേ തന്നെ അറിയാമായിരുന്നല്ലോ 3 ലക്ഷം എത്ര പോയാലും ഈ 3 ലക്ഷം രൂപയാണ് കിട്ടുന്നതെന്ന് ആദ്യമേ തന്നെ അറിയായിരുന്നു. അപ്പം എൻ്റെത് ഒരു വിന്നിങ് പൊസിഷൻ, അല്ലെങ്കിൽ എനിക്ക് ഫിനാലയിൽ വരെ എത്തുക, നന്നായിട്ട് പെർഫോം ചെയ്യുക, അത് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. പ്ലാറ്റ്ഫോം എല്ലാവർക്കും കിട്ടത്തില്ലല്ലോ, നമുക്ക് കിട്ടുന്നത് നമ്മൾ യൂസ് ചെയ്യുക, അത്രേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പൊ ഇനി മോൾ എന്താണ് ഇവിടെ ഇരുന്ന് ബോറടിച്ചിരിക്കുകയാണ്. സൂപ്പർ അമ്മയും മകളും അല്ലേ, നമുക്കൊരു പാട്ട് പാടാം. രണ്ടുപേരും കൂടെ ഒരു പാട്ട് പാടും. പാട്ടോ? മോള് പാട്ട് പാടൂല്ലേ? നമ്മൾ പാട്ടുകാരല്ല കേട്ടോ, എന്തായാലും പാടാം. പഠിക്കും. മേലേ മേലേ മാനം മാനം നീലേ മഞ്ഞിൻ കൂടാരം അതിനാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. അടിപൊളി. ബാക്കിയും കൂടെ ആവാറുണ്ട്, പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ പാടാൻ പറയുന്നത് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഷോയിൽ നിന്ന് ലഭിച്ച ഫ്രണ്ട്ഷിപ്സ്? ശരിക്കും ഫ്രണ്ട്ഷിപ്പ് എന്നൊരു ഉപരി ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി എല്ലാവരുമായിട്ട് പെട്ടെന്ന് ക്ലോസ് ആവുന്ന ആളാണ്. അപ്പോൾ എന്നോട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവർ എന്നെ സ്നേഹിക്കുന്നവരാണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ചിരിക്കുന്ന മുഖങ്ങളെല്ലാം സത്യമല്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എനിക്കൊരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഒരു കുറച്ച് മുമ്പേക്ക് ആണെങ്കിൽ ഞാൻ പറഞ്ഞേനെ ഫ്രണ്ട്ഷിപ്പിന് വിലയുണ്ടെന്ന്. പക്ഷേ ചിരിക്കുന്ന മുഖങ്ങളൊന്നും സത്യമല്ലെന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു ഷോയും കൂടെയാണ്. അതുകൊണ്ട് എനിക്ക് ഫ്രണ്ട്ഷിപ്പായിട്ട് അത്രയും ഡീപ്പ് ഫ്രണ്ട്ഷിപ്പായിട്ട് ആരും ഇപ്പം എനിക്ക് പറയാനില്ല. പക്ഷെ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്, അങ്ങനെയുള്ളൂ. ഇങ്ങനെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സായിട്ട് അങ്ങനെയൊക്കെ. എല്ലാവരും കോമ്പറ്റീഷന് വേണ്ടി വന്നതായിരുന്നു എന്നാണ് പറയുന്നത്? ശരിക്കും അപ്പം അതിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ കുഴപ്പമാണ്. പെട്ടെന്ന് കൂട്ടാവും, പെട്ടെന്ന് ഒരാളെ വിശ്വസിക്കും, അങ്ങനെ ഒരു ആളാണ് ഞാൻ. അപ്പം എല്ലാവരും ഞാനിപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റിലല്ല ആൾക്കാരോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും. അപ്പോൾ എല്ലാം നമുക്ക് ഒരു കിട്ടുന്ന ഒരു അനുഭവം അങ്ങനെ ആയിരുന്നില്ല. അത് മേ ബി ഞാനിപ്പോൾ അത് കമൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, ചിരിച്ചുകൊണ്ടിരിക്കുന്നവരൊന്നും ചിരിയല്ല എന്ന് മനസ്സിലായി, അത്രേ ഉള്ളൂ.